നമസ്തേ. വേരിക്കോസ് വെയിൻ റിലീഫ് ടിപ്പ്, ഇതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേരിക്കോസ് വെയിന് ചില പരിഹാര മാർഗങ്ങൾ യോഗ കൊണ്ടും അല്ലാതെയും. അപ്പോൾ ഈ വേരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഫ് മസിൽസിൻ്റെ പോർഷനിലും അതുകൊണ്ടൊക്കെ ഞരമ്പുകൾ തടിച്ച് വീർത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് ആദ്യമൊക്കെ അതിൻ്റെ കളർ വയലറ്റ് ടൈപ്പിലേക്ക് വരും, പിന്നീട് അത് ബ്ലാക്ക് കളറിലേക്കാവും. അതായത് അവിടുത്തെ ഒരു സെക്കൻഡ് പമ്പിങ് സ്റ്റേഷനാണ് നമ്മൾ കാഫ് മസിൽസ്. അപ്പോൾ അവിടുത്തെ മൂവ്മെൻറ്റുകൾ വളരെ പ്രധാനമാണ്. നമ്മൾ ശരിക്കും അവിടുത്തെ മൂവ്മെൻറ്റുകൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഈ പെയിൻ ഒഴിവാക്കാനും ഇത് വരാതിരിക്കാനും വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീർഘനേരം നിൽക്കുന്ന ആൾക്കാർ, ചില ജോലിക്കാർക്ക് സ്ഥിരമായി നിൽക്കേണ്ടവരാണ്. സ്ഥിരമായി നിൽക്കുക, അവ ഇരിക്കാൻ റെസ്റ്റ് കൊടുക്കാതിരിക്കുക കാലുകൾക്ക്. അതുപോലെ തന്നെ അമിതമായ വണ്ണം, ഓവറായിട്ടുള്ള ബോഡി വെയിറ്റ് കാലുകൾ താങ്ങുന്നു. അതുപോലെ ഈ ഗർഭകാലത്ത് ഹോർമോൺ പരമായി ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അതുപോലെ നമ്മുടെ പ്രായമാകുമ്പോൾ നമ്മുടെ ഷെൽസിൽ ബലക്കുറവ് സംഭവിക്കുക, ഇതൊക്കെ ഇതിന് കാരണമാണ്. അപ്പോൾ ഇതിന് പറ്റിയ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ നമ്മൾ ഈ നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ ശ്രമിക്കുക, ഇടയ്ക്ക് ഇരിക്കുക. ജോലി സ്ഥലത്തു നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ചെയ്യുന്നതിൻ്റെ ചില ടിപ്പുകൾ ഞാനിപ്പോൾ കാണിക്കാം. ഉള്ളവർ ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു ടിപ്പ് ചെറിയൊരു പരീക്ഷിക്കാം. ചെറിയൊരു വ്യായാമം. ആദ്യം ഒരു തറയിലോ അല്ലെങ്കിൽ കംഫർട്ടായിട്ടുള്ള പ്ലേസിൽ ഇതുപോലെ ഒരു യോഗ മാറ്റിലോ ഒരു കസേര, ഏതെങ്കിലും ഒരു ചെയറോ അല്ലെങ്കിൽ ഹൈറ്റുള്ള ഏതെങ്കിലും ഒരു വസ്തുവോ കൊണ്ടൊന്ന് വയ്ക്കുക. എന്നിട്ട് നമുക്ക് സാവകാശം കിടക്കാം. ഇതിനോട് ചേർന്ന് കിടക്കുക. നമുക്ക് നിവർന്ന് കിടക്കാം. എന്നിട്ട് ഈ കാലുകൾ ഈ ചെയറിലേക്ക് എടുത്ത് വയ്ക്കും. ഈ കാഫ് മസിൽസിന്റെ ഭാഗം ചെയറിലേക്ക് കയറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റ് നമുക്കിങ്ങനെ ഈ അവസരം വരെ റിലാക്സ് ആയിട്ട് കിടക്കാം, കാലുകൾ ഉയർത്തി വെച്ച്. അതിനുശേഷം ഒരു 10 ടൈംസ് കാലുകൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇതുപോലെ പമ്പ് ചെയ്യാം, ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്യാം, പിന്നെ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ 2-3 റൗണ്ട് നമുക്ക് ആവർത്തിക്കാം. അങ്ങനെ ടോട്ടലായിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് ഈ രീതിയിൽ ചെയറിൽ കാല് ഉയർത്തി വെച്ച് റിലാക്സ് ചെയ്യാം. ഈ രീതിയിൽ കാലുകൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മൾ കാഫ് മസിൽസിന്റെ പോർഷനിൽ ഒരു പമ്പിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടുത്തെ മസിൽസുകളുടെ മൂവ്മെന്റുകളൊക്കെ നമ്മുടെ ബ്ലഡ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് വളരെ ഉപകാരപ്പെടും. അത് ഈ വെയിൻ ഉള്ളവർക്കും വേരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അത് വളരെ നല്ലതാണ്. ഇനി വേറെ ചില ടിപ്പുകളിലേക്ക് നമുക്ക് പോകാം. ഇനി നമുക്ക് യോഗ മാറ്റിൽ നേരെ കിടക്കാം. എന്നിട്ട് കാലുകൾ മടക്കി വട്ടക് സൈഡിനോട് കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ വലത് കാല് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പൊക്കി പിടിക്കുക, ഇടത് കാലിങ്ങനെ മടക്കി കൊണ്ടുവരിക. എന്നിട്ട് ഇതുപോലെ സൈക്കിൾ ചെയ്യാം. അതിങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യാം. 1 2 3 4 5. അത് കഴിഞ്ഞ് തിരിച്ചും അതുപോലെ തന്നെ റിവേഴ്സ് ചെയ്യാം. 1 2 3 4 5. ഇങ്ങനെ 3-4 റൗണ്ട് നമുക്ക് ആവർത്തിക്കാം. അതിനുശേഷം കാലുകൾ ഉയർത്തിക്കൊണ്ടുവരാം, കൈകൾ ഇങ്ങനെ തൊടാൻ ശ്രമിക്കാം. ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കാം. ഒരു 5 സെക്കൻഡ്സ് ഒക്കെ ഇങ്ങനെ നിന്ന ശേഷം സാവകാശം കാലുകൾ താത്തി വയ്ക്കാം. പിന്നെ അടുത്ത കാല് ഇതുപോലെ കൊണ്ടുവരാം. സാവകാശം താത്തിക്കൊണ്ടുവരാം. അതുപോലെ പറ്റുമെങ്കിൽ 2 കാലും ഉയർത്തി പോർഷനായിട്ട് തൈ മസിൽസിന്റെ പോർഷനിലായിട്ട് കൈകൾ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. ഒരു 10 സെക്കൻഡ്സും ഒരു 15 സെക്കൻഡ്സ് ഒക്കെ നമുക്കിങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് സാവകാശം കാലുകൾ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും.
അതുപോലെ കാൽപാദങ്ങൾ ഇതുപോലെ മൂവ് ചെയ്യാം. ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാം, താഴേക്ക് മൂവ് ചെയ്യാം. ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ബാക്ക് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകൾ ചെയ്യാം. അതുപോലെ കാലുകൾ ഉയർത്തിക്കുന്നത്, കൈ മസിൽസ് അവിടെ കോർത്ത് ഇങ്ങനെ പിടിച്ച് നിൽക്കാം. എന്നിട്ട് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യാം, ബാക്കിലേക്ക് പുഷ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. അങ്ങനെ 3-4 റൗണ്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. ഈ മൂവ്മെൻറ്റ് ചെയ്യാൻ സാവകാശം കാലുകൾ മടക്കി തല നിവർത്തി വരും. പിന്നെ വേരിക്കോസ് വെയിന് യോഗയിൽ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ആസനമാണ് വിപരീതകരണി മുദ്ര. അത് നമുക്ക് ചെയ്യാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. ചെയ്യാൻ പറ്റുന്ന ഇതും കൂടി ചെയ്യാം. അല്ലാത്തവർ ഞാൻ പറഞ്ഞ സ്ട്രെച്ചുകൾ സ്ഥിരമായിട്ട് ചെയ്യുക. കാലുകൾ ഉയർത്തി കൊണ്ടുവരാം. എന്നിട്ട് കൈകൾ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു 10 seconds ഒക്കെ നമുക്ക് ഇങ്ങനെ പൊസിഷനിൽ നിൽക്കാം. അതിനുശേഷം സാവകാശം ബട്ടക് സൈഡ് താഴേക്ക് ഇറക്കി പതുക്കെ സ്ലോലി പൂർവ്വസ്ഥിതിയിലേക്ക് വരാം. ചേർത്ത് മടക്കി കൊണ്ടുവരാം. ഇതുപോലെ ചേർത്ത് കൈകൾ കോർത്ത് പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാം. ബട്ടർഫ്ലൈ പോലെ ഷെയ്ക്കുന്നത് വേരിക്കോസ് വെയിന് വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പല ടിപ്പുകളുമായിട്ട് ഞാൻ വരും വീഡിയോകൾ വരുന്നതായിരിക്കും. നമസ്തേ.